വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ പിറന്നാളിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പിറന്നാൾ എന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തിലെ പൂഴിട്ടായ ദിവസമാണ് ഇവർ ജനിച്ചത്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അന്നത്തെ ഒരു ദിവസവും അന്നുണ്ടാക്കുന്ന ചെറിയൊരു സദ്യയും അവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു കുറച്ച് കൂട്ടാനുകളൊക്കെ വെച്ച് സദ്യ അങ്ങനെ അതും ഒക്കെ കൂടിയുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ. അന്നത്തെ വിശേഷങ്ങളും. അപ്പോൾ ദാ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ തന്നെ ഒന്നും എഴുന്നേറ്റില്ല കേട്ടോ. വെളുപ്പിനെ ഒന്നും എഴുന്നേറ്റില്ല. കാരണം തലേദിവസം വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. തലേദിവസത്തെ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയും സാമ്പാറും ആക്കാമെന്ന് വെച്ചു. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉരുളക്കിഴങ്ങ് പോലെയുള്ള കാര്യങ്ങളൊന്നും അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു. കാരണം അത് കളറ് മാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും അരിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം എന്താ സാമ്പാറിന് കുക്കറിലാണ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിടെ വറുത്തരച്ച സാമ്പാറൊന്നുമില്ല, സാധാരണ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കാരണം വറുത്തരച്ച സാമ്പാർ ഉണ്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള തൃശ്ശൂർക്കാരും അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമല്ലേ എന്ന് വിചാരിച്ചത്. എനിക്ക് അങ്ങനെയുള്ള സാമ്പാറിനെ കുറിച്ച് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ പൊടിയിട്ടുള്ള സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആ സാമ്പാർ തന്നെയാണ്. അപ്പോൾ ദാ സാമ്പാറിന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ദോശമാവ് ഇരിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിൽ കയറി. കാരണം മക്കൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണമല്ലോ അതിനു വേണ്ടി. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവുണ്ട്. പിന്നെ സാമ്പാറും കൂടെ ആയി കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആവുമല്ലോ. ആ സമയത്തിന് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. തലേദിവസം കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പം ഞാൻ എന്തെങ്കിലും സാധനം ഇപ്പം പൾസസ് എന്നല്ല, പൊടികളായാലും വെന്ത് തീർന്നാൽ അപ്പം തന്നെ ആ പാത്രം തീരുന്ന സമയത്ത് ആ പാത്രം കഴുകി ഉണക്കിയിട്ട് നെക്സ്റ്റ് അതിനകത്ത് സാധനങ്ങൾ ഇട്ട് വെക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ എന്നും പാത്രങ്ങൾ അത് പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പാത്രം ഈ ടിന്നുകളൊക്കെ നമ്മൾ ഈ വീട് മാറിയ സമയത്ത് വാങ്ങിച്ചതാണ്. അതിപ്പോഴും നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഈ പാത്രങ്ങളൊക്കെ നമ്മൾ അതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി അങ്ങനെ തന്നെ ഉണക്കി പിന്നെ അതിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നമ്മൾ കഴുകുമ്പോൾ ഒരിക്കലും സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകരുത്. കാരണം അപ്പോൾ അതിനകത്ത് പോറലും ഒക്കെ വീഴും. അപ്പോൾ അങ്ങനെ കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ പാത്രങ്ങളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം ആദ്യമേ തന്നെ കഞ്ഞി ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കഞ്ഞി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ എപ്പോഴും കുത്തരിയാണ് വെക്കുന്നതെങ്കിൽ ഞാൻ ആദ്യമേ ചോറ് അങ്ങ് വെക്കും കേട്ടോ. കാരണം ഇങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് പിന്നെ അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ റൈസ് കുക്കർ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഭയങ്കര ലാഭം, സമയം ലാഭം ഒക്കെയാണ് കേട്ടോ. ഈ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഫുൾ ടൈം ഗ്യാസിൽ വെച്ച് ഇപ്പൊ കുത്തിരി കഴിക്കണമെന്ന് ഉണ്ടെങ്കിലും ഫുൾ ടൈം ഗ്യാസിൽ വെച്ച് വേവിക്കുന്നതിനേക്കാളും റൈസ് കുക്കർ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. പിന്നെ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്നത്തെ ദിവസവും ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പക്ഷെങ്കിൽ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം അവർക്ക് മീറ്റിങ്ങും കോളും അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ പുള്ളി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ പയറ് തോരനും കോവയ്ക്ക മെഴുക്കുവരട്ടിക്കും പിന്നെ അവിയലിനും ഉള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിന് ഇതുപോലെ കായ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അരിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഇതുപോലെ കായൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കളറ് പോവും, ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ചേന അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു. പിന്നെ ചെറിയൊരു അവിയൽ വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വെച്ചതേ ഉള്ളൂ. കാരണം ഇവര് അവിയലും ഒന്നും കൂട്ടത്തില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ ആദ്യം തന്നെ പെട്ടെന്ന് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം മക്കൾ എണീറ്റ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം പറ്റുന്നിടത്തോളം ചെയ്യണം. കാരണം അല്ലെങ്കിൽ പിന്നെ അവർ എണീറ്റ് വന്നു കഴിഞ്ഞിട്ട് അവരുടെ ഓരോ കാര്യത്തിന് പുറകെ നടക്കുമ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവർ എണീറ്റ് വരുന്നതിന് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദാ മെഴുക്കുവരട്ടിക്ക് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം മെഴുക്കുവരട്ടി ആയി വരാൻ കുറേ സമയം എടുക്കും കോവയ്ക്ക. ഈ കോവയ്ക്ക എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് 5 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അതുകൊണ്ട് എത്ര അരിഞ്ഞാലും അത് ഇവിടെ ചിലവായിക്കോളും. മക്കളാണെങ്കിലും വെറുതെ കോരിയിട്ടാണെങ്കിലും മെഴുക്കുവരട്ടി കഴിക്കും കേട്ടോ. ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും പച്ചമുളകോ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് കീറിയിടാറുണ്ട്. അപ്പൊ ഇതങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് നല്ലവണ്ണം വെളുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ബാംഗ്ലൂർ കാലാവസ്ഥ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ല വെയിലാണ്. ഞാൻ എണീറ്റ് വന്ന സമയത്ത് നല്ല വെട്ടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയായി. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ എന്നും
5 മിനിറ്റ് വെയിലുണ്ടെങ്കിൽ പിന്നെ 5 മിനിറ്റ് മഴയായിരിക്കും, അങ്ങനെയാണ്. അപ്പൊ ദാ അരി ഇട്ടിട്ടുണ്ട്. അപ്പത്തേനും മോൻ എഴുന്നേറ്റ് വന്നു. അരി എടുത്ത സമയത്ത് തന്നെ അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് വന്ന സമയത്ത് കുറച്ചൊന്ന് അലമ്പായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ചു നേരമൊക്കെ ഇവര് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ അവിടെ ആ കൗണ്ടർ ടോപ്പിൽ ഇരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ പാദത്തിൽ ഇങ്ങനെ ഇരിക്കും. അതിപ്പം അടുത്ത ആൾ എണീറ്റ് വരുമ്പോഴും അവരും വന്ന് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം നിച്ചു എണീറ്റ് വന്നതിന്റെ പുറകെ തന്നെ നില എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിവയാണ് ഇന്നും ഇച്ചിരി ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന ആള് കേട്ടോ. 1-2 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 3 പേരും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നിവയും നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. സാധാരണ അവൾ അത്ര നേരത്തെ എഴുന്നേൽക്കാറില്ല. അവൾ എഴുന്നേറ്റ ഉടനെ എപ്പോഴും അവളുടെ അപ്പനെയാണ് എഴുന്നേറ്റ് വന്ന ഉടനെ എന്നോട് ചോദിക്കും, അമ്മ അപ്പ എന്തെയും ചോദിക്കും. അത് അഥവാ എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ ജോലി ചെയ്യുന്ന റൂമിലോട്ടാണ് അവൾ നേരെ കയറി പോകുന്നത്. ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഉടനെ എന്നോട് ചോദിക്കും അപ്പ എന്തെയ്യുന്നു. അവൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ നേരെ ചേട്ടന്റെ അടുക്കലോട്ടാണ് പോകുന്നത്. അപ്പൊ ദാ അങ്ങനെ 3 പേര് ബ്രഷ് ചെയ്യിപ്പിക്കാൻ. ബ്രഷ് ചെയ്യാൻ ഇളയവൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാൽ ബ്രഷ് ചെയ്യാനായാലും കുളിക്കാനായാലും അവൾക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ കുളിക്കാൻ കയറി കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ കിടന്ന് ബഹളമൊക്കെ വെച്ച് പിന്നെ ഇറങ്ങത്തുമില്ല, അങ്ങനെയാണ്. അപ്പൊ ദാ അങ്ങനെ അവരെ ബ്രഷ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മടക്കി വെക്കുകയായിരുന്നു. ബെഡ്ഷീറ്റ് മടക്കുന്ന സമയത്ത് ഞാൻ ഇവരെയും കൂടെ കൂട്ടും കേട്ടോ. കാരണം ഇവരും കണ്ടു പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഞാൻ ഇവരെ എപ്പോഴും കൂടെ കൂട്ടും. അവര് അങ്ങനെ ചെയ്ത് പഠിക്കാറൊന്നും ആയില്ലെങ്കിലും അവർ ഈ ബെഡ്ഷീറ്റ് ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവര് തന്നെ വന്ന് ഈ ബെഡ്ഷീറ്റ് എല്ലാം ഒരു സൈഡിലോട്ട് കൂട്ടി വെക്കും. പില്ലോകളെല്ലാം എടുത്ത് ഇങ്ങനെ അടുക്കി വെക്കും. അത് അടുക്കി വെക്കുന്നത് വേറെ ഒന്നിനും അല്ല, അവർക്ക് അതിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാനും എപ്പോ നോക്കിയാലും ഒരു സമയം കിട്ടിയാൽ ബെഡിൽ കിടന്ന് ചാട്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചാടാൻ വേണ്ടിയൊക്കെയാണ് അവരെടുത്ത് വെക്കുന്നത്. എന്നാലും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവള് മാത്രമേ കൂടുതലും നിള മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. മറ്റൊരു 2 പേരും അത്രയില്ല കേട്ടോ. ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ബെഡ്ഷീറ്റ് മടക്കിയില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ബെഡ്ഷീറ്റ് മടക്കി വെച്ചിട്ട് ഞാൻ പോയി അവരെ ബ്രഷ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവർക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. തലേദിവസത്തെ മാവായതുകൊണ്ട് എനിക്ക് കുറെ സമയം പുറത്ത് വെച്ചിരുന്നാലേ അതൊന്നും പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. പക്ഷെ എനിക്ക് അത്ര ദോശ പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. എന്നാലും അവര് വലിയ കാര്യമായിട്ട് കഴിച്ചുമില്ല കേട്ടോ അന്ന്. ഇവർ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ചില ഇവർ കഴിക്കാതിരിക്കുവാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വായിലൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും. അഥവാ ചില ദിവസങ്ങളിലൊക്കെ കേട്ടോ, അങ്ങനെയാണ്. അപ്പം ഇപ്പൊ അവർക്ക് ഉച്ചയ്ക്ക് ചോറും തന്നെ കഴിക്കണമെന്നൊക്കെ പറയും. ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷെ തന്നെ ഞാൻ വാരി കൊടുക്കുന്നതിനേക്കാളും പണിയാണ് എനിക്ക് അവർ തന്നെ കഴിച്ചു കഴിയുമ്പോൾ. കാരണം പിന്നെ അവിടെ എവിടെ ഇരുന്നാണോ കഴിക്കുന്നത് അവിടെ മുഴുവൻ അങ്ങ് ചോറാക്കും. അവർ കഴിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അതിന് കളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അതുകൊണ്ട് കഴിവതും ചോറൊക്കെ ഉച്ചയ്ക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ തന്നെ കഴിച്ചോളും. ഇവർക്കുള്ള ദോശ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ സാമ്പാറും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കടുക് വറുത്തിട്ടു. ഇവര് വന്നിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യും കേട്ടോ. കാരണം ഞാന് ഇവരെ എന്റെ കൂടെ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ നിവ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു, അമ്മ ഐ ലവ് യു, അമ്മ ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഞാനും അതുപോലെ വെക്കേ, അങ്ങനെയൊക്കെ അവള് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ദാ അങ്ങനെ അവളോട് കളിച്ചോണ്ടിരുന്നു. ഞാൻ ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു സാമ്പാറിനിടാൻ വേണ്ടി. പക്ഷെ അത് ഞാൻ മറന്നുപോയി. കാരണം ആ സമയത്ത് അത് കട്ട് ചെയ്തത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ലാതെ തന്നെ കടുക് വറുത്തൊക്കെ വേഗം ഇട്ടു. പൊടികളെല്ലാം ചേർത്തു. ചേർത്ത് കഴിഞ്ഞാണ് കായത്തിന്റെ കാര്യവും ഈ സംഭവങ്ങളും എല്ലാം ഓർത്തത്. പിന്നെ കായം പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് അതിനുള്ളിൽ തന്നെ. പിന്നെ ചെറിയ ഉള്ളി ചേർത്തില്ല. അങ്ങനെയാണ് ഇവരുടെ അടുക്ക ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം മിസ് ചെയ്യും. അങ്ങനെ സാമ്പാറും റെഡിയായി. ഇവർക്കുള്ള ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മോന് മാത്രമേ ഉള്ളൂ കേട്ടോ കറി വേണമെന്നുള്ളത്. അവന് എന്ത് കൊടുത്താലും അവൻ അതിന്റെ കൂടെ സാമ്പാർ ചോദിക്കും. സാമ്പാർ എന്ന് പറയുന്നത് അവൻ എല്ലാ കറിക്കും സാമ്പാർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ കന്നഡക്കാരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവര് കന്നഡിയൻസും അവര് കറിയായിട്ട് ഉണ്ടാക്കുന്ന എല്ലാത്തിനും അവര് സാമ്പാർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവനും എല്ലാത്തിന്റെയും കൂടെ സാമ്പാർ ചോദിക്കും. അപ്പൊ അങ്ങനെ അവന് ദോശയും സാമ്പാറും കൊടുത്തു. മറ്റുള്ളവര് ദോശയും കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ തന്നെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. മെഴുക്കുവരട്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് 2 പേർക്കുള്ള ദോശ ഉണ്ടാക്കണം. തേങ്ങ ഇതുപോലെ നേരത്തെ തിരുമ്മിയത് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിന്റെ ആ കട്ട ഇത് മാറിയിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് തേങ്ങ തിരുമുന്നത് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ കഴിവതും ഈ കറിയൊക്കെ ആണെങ്കിൽ തേങ്ങ കൊത്തിയെടുത്തിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ തോരനും എന്താ പറയണ്ട അവിയലിനും അങ്ങനെ പറ്റില്ലല്ലോ.
അപ്പം അതിനുള്ള തേങ്ങ തിരുമ്മിയത് ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിനെ കൊണ്ടാണ് ഞാൻ തേങ്ങ തിരുമ്മിക്കുന്നത് കേട്ടോ. എപ്പോഴെങ്കിലും സമയമുള്ള സമയത്ത് തേങ്ങ എനിക്ക് തിരുമ്മി തരും. അപ്പം ഞാൻ അതെടുത്ത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കും കേട്ടോ. അഥവാ കറിക്കൊക്കെ എടുക്കുന്നെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് കറിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ തോരനൊക്കെ ഇതുപോലെ തന്നെ അങ്ങോട്ട് എടുക്കും. അപ്പം എന്താ തോരനുള്ളതും അരപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പിള്ളേർ കഴിച്ചിട്ട് ബാക്കി 3 പേരുടെയും കൂടെ ഇത്രയും ബാക്കിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. അത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ചില ദിവസങ്ങൾ പാത്രത്തിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ടുതരും, ഇല്ലെങ്കിൽ നേരെ അവരത് വാഷ് ബേസിനിലോട്ട് ഇട്ടേക്കും കേട്ടോ. അതിനിടയ്ക്ക് തന്നെ അവനും കൂടെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനായിരുന്നു കഴിക്കാതെ വന്നത്. അപ്പോൾ അവനും കുറച്ചുകൂടെ ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ബാക്കിയുള്ള സാമ്പാർ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അവിയലും കൂടെ വെക്കാം. അവിയലിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന കായൊക്കെ ഒന്ന് അരിഞ്ഞ് അവിയലും കൂടെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നുകൊണ്ടിരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട്. ഇതിപ്പോ അവളൊരു ടൂത്ത് പിക്ക് എടുത്തോണ്ട് വന്നിട്ട് അമ്മ ഞാൻ ഇഞ്ചക്ഷൻ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇഞ്ചക്ഷനും തരികയും, അപ്പൊ ഞാൻ വേദന എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ അവിടെ വന്നിട്ട് അവളങ്ങ് പോയി കേട്ടോ. അത് ചിലപ്പോൾ അങ്ങനെ വന്ന് കുറച്ചു നേരം കളിച്ചിട്ട് അങ്ങ് പോകും, ചിലപ്പോൾ എന്തിനേലും ഒക്കെ അമ്മയും വാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതാ മുരിങ്ങക്കായ ഫ്രീസറിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കും കേട്ടോ. ഇവരടുത്തുണ്ടെങ്കിൽ ഞാൻ ഇത് എടുക്കാനും മറന്നു പോകാറുണ്ട്. അവിയൽ ഇതാ ഇതുപോലെ ഒരു ചട്ടിക്കകത്തിലാണ് വെച്ചത്. ചട്ടി തന്നെയാണ് കേട്ടോ, കൽച്ചട്ടിയുടെ ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ തോരനും റെഡി ആയിട്ടുണ്ടായിരുന്നു. തോരനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ ഈ ജോലികൾ ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന പാത്രത്തിൽ തന്നെ വീണ്ടും വീണ്ടും അത് കഴുകി അങ്ങ് യൂസ് ചെയ്യുവാണ്. അപ്പൊ കുറച്ച് പാത്രമല്ലേ ആവത്തുള്ളൂ എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പാത്രങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും വേറെ വേറെ പാത്രങ്ങൾ എടുക്കുകയാണ്, പാത്രങ്ങൾ വീണ്ടും കഴുകാൻ ഒത്തിരി ആവും. അപ്പം മെയിനായിട്ട് അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും കഴുകി തരുന്നത് ഹസ്ബൻഡാണ്. അപ്പം ഇനി നമുക്ക് പരിപ്പ് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഈ ചെറുപയർ പരിപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ നാട്ടില് ചെറുപയർ ചൂടാക്കിയിട്ട് അത് അലകാക്കുമെന്ന് പറയും. അലകാക്കി കഴിഞ്ഞിട്ടാണ് ഈ പരിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് അലകാക്കി എടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ചെറുപയർ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അത് കഴുകിയെടുത്ത് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയറും ഉപ്പും കൂടെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഒരു മധുര പച്ചടിയാണ് കേട്ടോ. ഈ മധുര പച്ചടി ഇവിടെ വലിയ ചെലവാകുന്ന ഒരു സാധനം അല്ലായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സമയത്ത് ഞാൻ ഇത് ഉണ്ടാക്കാറില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മധുരമുള്ള കറികളിനോട് അത്ര താല്പര്യമില്ല. അപ്പൊ ഇതിപ്പോ മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത്തപ്പഴം വെച്ചും പൈനാപ്പിൾ വെച്ചും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഏത്തപ്പഴം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏത്തപ്പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഏത്തപ്പഴം ഒരു 4ആയിട്ട് കീറിയിട്ട് അത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക് അധികം ഒന്നും വേണ്ട കേട്ടോ, ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിനുള്ള കൂട്ടം തയ്യാറാക്കാം. അതിനു വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ സമയമില്ലാത്തത് കാരണം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അവരുടെ ഭയങ്കര ബഹളമൊക്കെ ആയി. ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കരച്ചിലും ബഹളവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവരെ കുളിപ്പിച്ചില്ല കേട്ടോ, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് മഴയൊക്കെ ഉള്ളത് കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിയലിന്റെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതൊന്ന് തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം അതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി കുറച്ച് തേങ്ങയും ജീരകവും പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക. ആ അരപ്പിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് ഭയങ്കര കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. കുറച്ചൊന്ന് ലൂസാക്കണം കേട്ടോ. ഇനി ഇരിക്കുമ്പോൾ വീണ്ടും കട്ടിയാവും. ഇവിടെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടി കുറച്ചും കൂടെ തൈര് ഒന്ന് ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര വെള്ളം പോലെ അങ്ങ് ആവണ്ട, കുറച്ചൊന്ന് ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ.
അപ്പോഴേക്ക് ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പരിപ്പിന് വേണ്ടി. അപ്പൊ അതും റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ. അഥവാ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. മിക്സിയിൽ വെച്ച് അടിക്കണ്ട കേട്ടോ, അപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകും. അങ്ങനെയല്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ദാ കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും പിന്നെ ചെറിയ ഉള്ളിയും അതേപോലെ കറിവേപ്പിലയും ഇത്രയും ചേർത്താണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഈ ചെറുപയർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരപ്പ് ചേർക്കുക. അരപ്പിന് തേങ്ങായും കുറച്ച് ജീരകവും ഒന്നോ രണ്ടോ അല്ലി മാത്രം വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഒന്നോ രണ്ടോ അല്ലി ചെറിയ ഉള്ളി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ വെക്കുക. തിളച്ചിങ്ങനെ മറിയണ്ട, കാരണം തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തല്ലേ. എല്ലാം ചെറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി കൊത്തിയരിഞ്ഞതും പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. ഇത് തിളപ്പിക്കത്തില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും മോരുകറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് തണുത്തിട്ടാണ് ഉപ്പിടുന്നത്. അങ്ങനെയാണ് എപ്പോഴും ഉപ്പിട്ട് കൊടുക്കാറുള്ളത്. നമ്മുടെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു തൈര് പച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ചെറിയ ഉള്ളിയും ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു കടുക് പൊട്ടിച്ചതും കൂടെ ചേർക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി പപ്പടം കൂടെ കാച്ചിയെടുത്തു. ഇനി അതോടെ ഉള്ളായിരുന്നു. സമയം ഏകദേശം 2:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴത്തേനും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന് ഒന്ന് നോക്കിയാലോ. അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പരിപ്പ്, സാമ്പാറ്, പയറുതോരൻ, പപ്പടം, കോവയ്ക്ക മെഴുക്കുവരട്ടി, പച്ചടി, പിന്നെ മധുര പച്ചടി, ഏത്തപ്പഴം, പിന്നെ മോരുകറി. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവർക്ക് വേണ്ടി ഒരു ചെറിയ ഒരു പായസം കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇല വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ പായസം റൈസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഈ ഉണക്കലരി ഇല്ലേ, അത് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്ത് ഇതിന്റെ ഈ കളറെല്ലാം ഒന്ന് പോയി നല്ല കഴുകി കഴിയുമ്പോൾ നല്ല വെളുത്ത് ഇരിക്കും കേട്ടോ വെള്ളത്തിനകത്തില്. അപ്പം അതും കൂടെ ഒന്ന് കഴുകിയെടുത്ത് കുക്കറിനകത്തില് വെള്ളം ഒഴിച്ച് ഇരട്ടി വെള്ളം ഒഴിച്ചു കേട്ടോ. 1 ഗ്ലാസ് അരി എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് 2 ഗ്ലാസും കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതേ മക്കളെ കുളിപ്പിച്ചുകൊണ്ട് വന്ന് അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ഫുള്ള് വിസിൽ അടുപ്പിച്ചു. അതിനുശേഷം അത് കുറച്ചിട്ട് ഒരു 2-3 വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മീഡിയത്തിലിട്ട്. ഒരിക്കലും അടുക്കി പിടിക്കരുത്. അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പായസത്തിന്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അവര് 3 പേരും കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴത്തേന് ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറ് ഇതുപോലെ നന്നായിട്ട് തന്നെ വേകണം, ഇല്ലെങ്കിൽ ശർക്കര പാനി ഒഴിക്കുമ്പോൾ ഇനിയും കല്ല് പോലെ ആയിപ്പോകും കേട്ടോ. അതുകൊണ്ട് ചോറ് നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് കടും പായസം, നെയ് പായസം എന്നൊക്കെ പറയത്തില്ലേ, അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം, അതുപോലത്തെ പായസമാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും പായസത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെയും മക്കൾ കാണുന്നത് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ പായസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിതാ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുത്തു. ഞാനിങ്ങനെ ശർക്കരയൊക്കെ പാനിയാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും ഇവർക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അപ്പൊ പാനിയാക്കി പിന്നെ അത് ചൂടാറി വരാനൊക്കെ ലേറ്റ് ആവത്തില്ലേ, കുറെ സമയം എടുക്കത്തില്ലേ ഒന്ന് പാനിയായി കട്ടിയായി വരാൻ വേണ്ടി. അതുകൊണ്ട് ഇതുപോലെ പാനിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്നായി കേട്ടോ. അതുപോലെ ഈ എടുത്തിരിക്കുന്ന ശർക്കര നല്ല ബ്ലാക്ക് ശർക്കരയാണ്. അങ്ങനെയുള്ള ശർക്കരയാണ് ഈ കടും പായസത്തിന് നല്ലത് കേട്ടോ. അപ്പൊ ശർക്കര ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഈ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിങ്ങനെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഫുൾ ടൈം ഇങ്ങനെ ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ ചെറിയ തീയിലിട്ടാണ് ഉണ്ടാക്കിയത്.
അപ്പം അവർക്കുള്ള ചോറ് കൊടുക്കാൻ സമയമായി. കാരണം പായസം എന്തായാലും ഇലയിൽ ഒഴിച്ച് ഒഴിക്കുന്ന പായസമല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണേലും കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവർക്ക് ചോറ് കൊടുക്കുന്നതിനൊപ്പം തന്നെയാണ് പായസവും ഞാൻ അടുപ്പിൽ വെച്ചിരുന്നത്. ഹസ്ബൻഡാണ് എല്ലാം വിളമ്പി കൊടുത്തത് കേട്ടോ. ഇവരെല്ലാം ഒന്നും കഴിച്ചില്ല, എന്നാലും കുഴപ്പമില്ല. മോന് കൊടുത്ത ചോറൊക്കെ കഴിച്ചു. മൂത്തവളും കുറച്ച് ചോറൊക്കെ കഴിച്ചു. ഇളയവളൊന്നും കഴിച്ചില്ല, ചുമ്മാ അതിനകത്ത് നക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ, ഒന്നും കഴിച്ചൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനം, ഇവരുടെ പിറന്നാളിന് ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവരതിൻ്റെ മുന്നിലിരുന്ന് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ഇവർക്ക് വേണ്ടി ഈ സദ്യയൊക്കെ ഉണ്ടാക്കിയത്. നാളെ ഒരു പ്രായമാകുന്ന സമയത്താണെങ്കിലും എനിക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം നമുക്ക് പറ്റുന്നിടത്തോളം കാലം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊന്നും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇതോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം അത് അവർക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ഇതാണ്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും വിളിച്ചോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ട് മേളിലത്തെ ഫ്ലാറ്റിലുള്ള രണ്ട് കുട്ടികൾ അവരെപ്പോഴും വരുന്നതും നമ്മള് ഇവരുടെ കൂടെ കളിക്കുന്നതും ഇവരെയും ഭയങ്കര ഇഷ്ടമൊക്കെ. അപ്പൊ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെയും വിളിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സ്കൂൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് അവർ വരുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ അത് പ്ലാൻ ചെയ്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ സമയത്താണ് അവളെ മോനെ വിളിക്കണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പൊ ജസ്റ്റ് ആ സമയത്ത് വിളിച്ച് അവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരും ഭയങ്കര കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ദാ അങ്ങനെ പായസവും റെഡി ആയിട്ടുണ്ട്. അപ്പം പായസം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം. അതിനകത്തിലെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ടി വരും. അപ്പം പക്ഷെ മറ്റേ നമ്മൾ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൈ വിടാതെ ഇളക്കുക അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് പാല്, തേങ്ങാപ്പാൽ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, ശർക്കര മാത്രമേ ഉള്ളൂ. ശർക്കര പക്ഷെ അടുക്കി പിടിക്കരുത്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തവിയിൽ നിന്ന് ശർക്കര ഈ പായസം വിട്ടു പോരാൻ ലേറ്റ് ആവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇങ്ങനെ പതിയെ ഇങ്ങനെ വിട്ടു പോരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോഴത്തേന് ശർക്കരയെല്ലാം നന്നായിട്ട് കുറുകി ഈ ചോറിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്ക്കകത്തിൽ കുറച്ച് എന്താ ഉണക്കമുന്തിരിയും പിന്നെ തേങ്ങ നല്ല ഉണങ്ങിയ തേങ്ങയാണ് നല്ലത്. എളപ്പം തേങ്ങയാണെങ്കിൽ അതിന് കുറച്ച് ദിവസമൊന്നും ഇരിക്കത്തില്ല, അത് വേഗം അഴുക്കായിപ്പോവും. ഞാൻ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ. അതും നന്നായിട്ട് മൂപ്പിച്ച് ഈ പായസത്തിനകത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളായിരുന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്തൊന്നും കുഴപ്പമൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു. മഴ കാരണം ഞങ്ങൾക്ക് തിരിച്ചു വരാനേ പറ്റില്ല. അത്താഴപൂജയെല്ലാം കഴിഞ്ഞ് നട അടയ്ക്കുന്ന സമയമായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ അവിടെ മഴയായിരുന്ന കാരണം ഫുള്ള് ആ വെള്ളത്തിലെല്ലാം ചാടി ഫുള്ള് നനഞ്ഞിട്ടൊക്കെയാണ് വന്നത്. പിന്നെ വന്ന് ഇവരെ ഫ്രഷ് ആക്കി കിടത്തി ഉറക്കി കേട്ടോ, ഫുഡ് കൊടുത്തിട്ട്. അപ്പം അത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.